എൻ്റെ പ്രിയ നാട്ടുകാരെ, അയ്യോ എൻ്റെ പ്രിയ വ്യൂവേഴ്സ്, നമുക്ക് ഇന്ന് ഹാൻഡ് ഗ്രിപ്പർ ചാലഞ്ച് ചെയ്യാനുള്ളതാണ്. കണ്ടത് ഇന്നലെ ചാടാൻ പറ്റത്തില്ല, നിങ്ങൾ വ്ളോഗിനകത്ത് കണ്ടു കാണും. വലിയ പാവം പൂച്ചയാണെന്നേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടി തരും, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ നല്ല പാവമാണ്. കണ്ട എടാ, ഞാൻ പോട്ടറാ, ഞാൻ എറണാകുളത്ത് പോയിട്ട് വരാം, വല്ല മേടിച്ചിട്ട് വരണ. വേണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ നിനക്ക് പറയാൻ പറ്റില്ല എന്നായിരുന്നോ. ആരൊക്കെ വിളിക്കുന്ന തന്നെ ആയിട്ടായി. നമുക്ക് ട്രെയിനറിനെ വിളിക്കാം, എന്നിട്ട് നമുക്ക് ക്യാമറ മേടിക്കാൻ പോവാം. ഓ ഇത് കണ്ട ഡാഷ് ക്യാം, നീ കണ്ടില്ലായിരുന്നല്ലോ. ആ കൊള്ളാം. പടുക്ക തണുപ്പ്, ഞാൻ കുറച്ച് AC കൂട്ടട്ടെ. എന്തായാലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം. എനിക്ക് മനസ്സിലാത്ത ഞാൻ എറണാകുളത്ത് പോയി വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴ തന്നെ ചെയ്താൽ മതി എന്ന്. ഒരു ജിമ്മിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് ഗ്രിപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോക്കലി പുറത്ത് ചെയ്തപ്പോൾ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പബ്ലിക്കിൽ ആദ്യം കുറച്ച് ചെയ്തിട്ട് പിന്നെ ജിമ്മിൽ ചെയ്യാൻ നോക്കാം. നമുക്ക് എറണാകുളം ലാസ്റ്റ് ടൈം ആ ചെയർ ചെയ്തില്ല, അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. പക്ഷെ നമ്മൾ പിന്നെയും ക്യാമറ എടുക്കാൻ വന്നിരിക്കുന്നു. ഇന്നലെ കൊണ്ട് ക്യാമറ കൊടുത്തുള്ളത് നമ്മൾ പിന്നെയും മേടിക്കാൻ വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്നലെ നിന്നെ കൊടുത്തെന്ന് കൈ തന്നെ വെച്ചാൽ പോരായിരുന്നു. നമ്മൾ ഇന്നലെ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പേയ്മെൻറ്റ് കൂടി കൊടുക്കേണ്ടി വരും. ട്രെയിനിന് നമുക്ക് പോകുന്ന വഴി എടുക്കാം കേട്ടോ. എന്നാലും അത് ക്യാമറ എടുക്കും. സ്റ്റാർ നിൽക്കുന്ന അവിടെ കണ്ട, എന്നാൽ പരിചയം കാണാം. ഇന്നലെ ഒരു വീഡിയോക്കകത്ത് വന്നതാ. വലിയൊരു പ്രമുഖ മോട്ടോ ബ്ലോഗറാണ്. നെക്സ്റ്റ് വെച്ച് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ ഇത് വെച്ച് തന്നെ വ്ളോഗ് ചെയ്യും ഫുൾ ടൈം. എല്ലാ വീഡിയോ ഇതിനകത്ത് തന്നെ വരും. ഇപ്പോൾ തൽക്കാലം നല്ല ബഡ്ജറ്റും ത്രാണി പോലും ഇല്ലെൻ്റെ. നീ പിടിച്ചോ, നിൻ്റെ ആയുധങ്ങൾ പിടിക്കൂ. അമ്മയൊക്കെ തുണി മേടിക്കാൻ പോയിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കടയ്ക്ക് വേണ്ടി തുണി മേടിക്കാൻ പോയിരിക്കുക. അതുകൊണ്ട് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനറിനെ പോയി പൊക്കുന്നതാണ്. കുറേ നേരമായി ട്രെയിനറെ പൊക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിലും പൊക്കാൻ പറ്റത്തില്ല. ഈ ഷോപ്പിൽ ഞാൻ എത്ര വട്ടം വന്നാലും അറിയില്ല. ഇതൊക്കെ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഫുഡിന് വേണ്ടി മാത്രം. എന്നുവെച്ചാൽ എനിക്ക് ഒരു ബീഫ് സ്റ്റേക്ക് ഇവിടെ കിട്ടും. അത് ബട്ടറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. മിക്ക സ്ഥലത്ത് എനിക്ക് ഓയിലൊക്കെ ആണ് ഇഷ്ടമല്ല. ഈ 3 സ്റ്റേക്കും കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എറണാകുളം പിടിക്കണം. ഇത് 3 മണിക്ക് അവനും ബിരിയാണി ഓർഡർ ചെയ്തത്. അത് ബീഫ് വേണ്ട, വാങ്ങി വെള്ളം വരുന്ന പോലെ. എനിക്ക് വിശന്നിട്ട് വേല. ഞാൻ ഇവിടെ വന്നിട്ട് ഈ സ്റ്റേക്ക് തന്നെ കഴിയും എല്ലാ ദിവസവും മിക്ക ദിവസവും വരുന്നുണ്ട് ഞാൻ. എനിക്ക് വീട്ടിൽ ഒന്നെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് പറയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ബീഫ് മേടിക്കാൻ മറക്കുന്നതുകൊണ്ട്. നമ്മൾ ട്രെയിനറിനെ കൊണ്ട് പോയിരുന്നതാണ്. പക്ഷേ ട്രെയിനറിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ അവൻ വിളിച്ചിട്ട് പറയാം അവൻ ഇൻസ്പെക്ഷൻ എങ്ങാനുണ്ട്. അപ്പോൾ ഇൻസ്പെക്ഷൻ ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാനുമായിട്ട് ഇപ്പോൾ എറണാകുളം വന്നിരുന്നെങ്കിൽ ഇൻസ്പെക്ഷൻ ആ നേരത്ത് അവൻ ജോലി കാണാൻ വരുമ്പം അവൻ്റെ ജോലി പിന്നെ ഒരിക്കലും കാണത്തില്ല. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ല മെച്ചമാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു റോഡ് നോക്ക്. നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ പുറകെ ഒരു 2 മണിക്കൂർ ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത്. നമ്മൾ പിന്നെ ഒരു ഡീറ്റോർ എടുത്തിരിക്കുകയാണ്. ഒരു ഷർട്ട് മേടിച്ചിട്ട് നമുക്ക് വീഡിയോക്ക് ചെയ്യാൻ പോവാം. അല്ലെങ്കിൽ കുറച്ച് പേര് കമൻറ്റിൽ പറയുന്നു, ബ്രോ കുറച്ചുകൂടി ഷർട്ട് ഇടുന്നു. ഈ 3 ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടാണ്. നോക്കാം, ഇട്ടോ നോക്കാം. ഓരോ നേരമായിട്ട് വരാം ഞാൻ. കൊള്ളാമല്ലേ ഇത്? കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ട്? ഇതും കുഴപ്പമില്ല തോന്നല്ലേ. കോളർ ഇടുന്ന ഇതുവരെ ഇട്ടിട്ടേ ഇല്ല. ഒരെണ്ണം ഇരിക്കട്ടെ, എക്സ്ട്രാ ഇട്ടാൽ നോക്കി. അത് നോക്കി അങ്ങോട്ട് നോക്കി. കണ്ടിട്ട് നല്ല ഇട്ടെന്നാ തോന്നുന്നു. എനിക്ക് ഒരെണ്ണം ട്രൈ ചെയ്യട്ടെ. ഇതിന് വേറെ പാൻറ്റ് വേണോ? വെള്ള പാൻറ്റ് വേണോ? അപ്പോൾ നമ്മൾ 3ാമത്തെ ബ്രൗൺ എടുത്തില്ല കേട്ടോ. നമ്മൾ ആ 2 ബ്ലൂ എടുത്ത് പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് ഇട്ടിട്ട് ഇറങ്ങുക. ഇവനാണെങ്കിൽ പറയുക എൻ്റെ പുറകിൽ മറ്റേ പ്രൈസ് ടാഗ് തൂക്കി കിടപ്പുണ്ടത്. അത് ഇവരാണ് ഇപ്പം പൊട്ടിച്ചുള്ളത്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു സ്പോട്ട് പിടിക്കണം എവിടെയെങ്കിലും. അവിടെ പോയിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാം. നമ്മൾ ഏരിയത്തിലോട്ട് വന്നിരിക്കുക. നമുക്ക് ഈ ചാലഞ്ചിന് വേണ്ടി എന്താണ് പൈസ എടുക്കണമായിരുന്നു. മിനിമം 100 രൂപ എന്തായാലും കിട്ടും. ഒരു 100 പൗണ്ടിൻ്റെ ഹാൻഡ് ഗ്രിപ്പ് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും 100 രൂപ കുറേ മേടിക്കും. അപ്പോൾ കുറേ പൈസ പോകാൻ കിടക്കും. എപ്പോൾ എടുത്തിട്ട് വരാം എനിക്ക്. നമ്മൾ 200 രൂപയുടെ ചേഞ്ച് മേടിച്ച് ഐറ്റത്തിൽ നിന്ന് കിട്ടി. പക്ഷേ 100ൻ്റെ ഇല്ല. അപ്പോൾ 100 വേറെ റേറ്റിൽ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്. എന്തായാലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും പൈസ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവർ തരുന്നില്ല. ഞാൻ കുറേ വട്ടം ഇട്ട് കുറച്ച് ചേഞ്ച് എടുക്കാൻ നോക്കിയതാണ്. ഇതിനെക്കാട്ടിലും കൂടുതൽ ആവശ്യം വരും. എന്നാലും ഞാൻ ഇപ്പോൾ ഇതാ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇനി ഇന്നത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ലിമിറ്റ് എങ്ങാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വലിച്ചിട്ട് ഇനി തരുന്നില്ല. അവർ ബ്ലോക്കായി കാണുക. ഈ ബാലൻസ് തീർന്നതാണോ? അപ്പോൾ ഞാൻ ഒരു ജിമ്മിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് 1-2 ജിമ്മ് അടുപ്പിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ജിമ്മിനൊന്ന് പെർമിഷൻ ചോദിക്കേണ്ടി വന്നിരിക്കും. ഈ ജിമ്മിൽ ഈ സമയത്ത് വലിയ തിരക്കില്ല. എനിക്ക് വന്നപ്പോൾ വേറൊരു ജിമ്മ് തപ്പണമെന്ന്. ഈ സമയത്ത് ഒരു പീക്ക് അവർ അല്ല. അപ്പോൾ അടുത്തായിട്ട് വേറൊരു ജിമ്മുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. കുറച്ചെങ്കിലും ആൾക്കാർ വേണ്ടല്ലേ, ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ഒരു ജിമ്മിൽ കൂടി വന്നിരിക്കുകയാണ്. HNS സിഗ്നേച്ചർ പേരിലുള്ളതായി അറിയത്തില്ല. എന്തായാലും ഇവർക്ക് 2 ബ്രാൻഡാണ്. ഒരു കാക്കനാട് ഇവിടെ നിന്ന് പോയി ചോദിക്കും. ഈ ജിമ്മിലാണ് നമ്മൾ വരാൻ പോകുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ഇതും ജിമ്മാണ് കേട്ടോ. കണ്ടിട്ട് എല്ലാം ഗോൾഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കുറച്ച് തിരക്കുള്ള സമയത്ത് നമുക്ക് വരാം.
ഞാൻ ഓൾറെഡി ചോദിച്ച് ഇവിടുത്തെ മാനേജറിനൊക്കെ അവർ ഓക്കെ പറഞ്ഞ് തിരക്കുള്ള സമയത്ത് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് ചാലഞ്ച് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് വരാം. ഇപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് വല്ലതും കാണിക്കാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജിമ്മിൽ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പം ക്രൗഡ് കുറച്ചുകൂടി വരും. അപ്പം ഒരു 6:45 ആകുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ അത് കണ്ട മറ്റേ BMI നോക്കുന്ന ബോഡിയുടെ ഇൻഡെക്സ് ഒക്കെ പറയത്തില്ല, ആ സംഭവം. നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഷേപ്പ് സ്ട്രോങ് ആണ്, ബോഡി ഏജ് 27 ആണെന്ന്. ബോഡി ഫാറ്റ് അസസ്മെൻ്റ് ഒക്കെ എന്നെ ഫാറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കുറച്ചായിട്ട് ആൾക്കാരെ നമുക്ക് ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1-2 ജിമ്മും കൂടി ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം കൂടി വേണം. അപ്പം അങ്ങോട്ട് പോകുമായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ജിമ്മിൽ എത്തിരിക്കുകയാണ്. നോക്കാം എത്ര പൈസ ഇവിടെ പൊടിക്കുന്നു. നമ്മുടെ അപ്പം വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല ഇതിൻ്റെ എനിക്ക്. എന്തായാലും കിട്ടുന്ന സ്ഥലമായിരുന്നു. നല്ല ജിമ്മ് കേട്ടോ. ഇവിടെ സൂംബ ഫ്ലോറൊക്കെ നോക്കി കാണാൻ കിട്ടില്ല. പിന്നെ കുറച്ച് ഞാൻ ഇതിനെ കാണാതെ എക്യുപ്മെന്റ്സ് വരെ അകത്തുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞുകൊണ്ട് ഇനി വീട്ടിലോട്ട് പോകുക. രാവിലെ തൊട്ട് ജിമ്മിൽ കയറുന്നു, ജിമ്മിൽ ഇറങ്ങുന്നു, ജിമ്മിൽ കയറുന്നു, ജിമ്മിൽ ഇറങ്ങുന്നു.